ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയൊരു സ്ഥലമാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. വേറെ ഏതുമല്ല, കൊച്ചി എറണാകുളം കൊച്ചിയിലെ നമ്മുടെ മറൈൻ ഡ്രൈവാണ്. ഇത് മറൈൻ ഡ്രൈവിൻ്റെ ഫുഡ് പാത്താണ്. നല്ല തണുപ്പാണ് കേട്ടോ. വെയിലൊക്കെ തോന്നുമെങ്കിലും ഞാനൊരു ഏകദേശം ഞങ്ങളൊരു 3:30-4 മണിക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചൂടൊന്നും ഇല്ലെങ്കിൽ, പക്ഷേ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. നമ്മൾ പണ്ടത്തെ സിനിമയിൽ പറയുന്ന പോലെ അയ്യോ കൊച്ചി എത്തി എന്ന് പറയുന്ന ആ ഒരു സ്മെല്ല് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് ഈ ഒരു മറൈൻ ഡ്രൈവിൽ മാത്രമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ട് നോക്കി നടക്കുമായിരുന്നു. ബോട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോകുന്ന പാലമാണിത്. ഈ പാലം അത്ര ഗുണമില്ലാത്തതുകൊണ്ട് തന്നെ അവർ പറഞ്ഞായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് കയറിയേക്കരുത്, കുറച്ച് പേര് കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് കയറിയാൽ മതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഈ ബോട്ടാണ് ഞങ്ങളുടെ ബോട്ട് എന്ന് വിചാരിച്ചത്. പക്ഷേ ഇതല്ല ഞങ്ങളുടെ ബോട്ട് ഗൈസ്. ഞങ്ങളുടെ ബോട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയിട്ടുള്ള ഒരു ബോട്ടാണ് ഞങ്ങളുടെ ബോട്ട്. അവരുടെ പാർക്കിംഗ് അങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് നമ്മളതിനകത്തോട് കയറി വന്നത്. അങ്ങനെ കയറി ഞങ്ങളതിൻ്റെ മണ്ടയിലൊക്കെ കയറിയിരുന്നു. മുകളിലായിരുന്നു, നല്ല കാറ്റ്, നല്ല വ്യൂ നമുക്ക് കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ലൈഫ് ജാക്കറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ക്ലൈമറ്റ് ഉഷാറായതിനെ കൊണ്ട് ഞങ്ങളോട് ഗാർഡ് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ലൈഫ് ജാക്കറ്റ് തരാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ തന്നേനെന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നും അതിനകത്ത് ലൈഫ് ജാക്കറ്റുകൾ കട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇല്ലയെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ നല്ലൊരു ബോട്ട് യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ഈ ബോട്ട് യാത്രയിൽ ഞങ്ങൾ അനുണ്ട്, ലിനു ഉണ്ട്, പിന്നെ അനുണ്ട്, സീനും ഉണ്ട്. അപ്പം വിചാരിക്കുന്ന ഒരു സ്കൂൾ ട്രിപ്പ് അല്ലേന്ന്. അതേ സ്കൂൾ ട്രിപ്പ് തന്നെയാണ്, പക്ഷേ ഫാമിലീസിൽ സീറ്റും തികയാത്തതുകൊണ്ട് നമ്മൾ ഫാമിലീസ് കുറച്ച് പേരും കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു കായൽ മൊത്തം എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. നല്ലൊരു വൈബാണ് കേട്ടോ. ഞാൻ അവിടെ ഒരു പെട്ടിൻ്റെ മണ്ടയിലായിരുന്നു ഇരുന്നത്. അവിടെ നല്ലൊരു വൈബായിട്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയായിരുന്നു. ഇതാണ് ബോൾഗാട്ടി പാലസ് എന്ന് പറഞ്ഞാൽ അറിയുന്നറിയാം, പക്ഷേ വലിയ നക്ഷത്രത്തിൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മൂവി തന്നെയാണത്. അപ്പോൾ അതിൽ വെള്ളത്തിൽ വീഴുന്ന രംഗമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, കാരണം അപ്പോൾ അത് റിസോർട്ടായിട്ടാണ് നടക്കുന്നത്. അത് ഒക്കെ ഫുള്ളായിട്ട് നമുക്ക് അവിടുത്തെ ഗാർഡ് പറഞ്ഞു തരുന്നുണ്ട് ബോട്ടിനകത്ത് നിന്ന്. പിന്നെ ഇതാണ് നമ്മൾ ഇൽമ യൂസഫ് അലി സാറിൻ്റെ സെക്കൻഡ് പ്രോജക്റ്റ് കേരളത്തിൽ. അപ്പം അതിൽ അവരുടെ ഹൗസ് ബോട്ടാണത്. ഭയങ്കര ലക്ഷറിയസ് ആണ്, 12,000 അങ്ങനെ കണ്ടാണ്. നമുക്ക് പിന്നെ ഒന്നും താങ്ങാത്തതുകൊണ്ട് നമ്മൾ സാധാ ബോട്ടായിരുന്നു എടുത്തത്. അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതൊന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇത് വാട്ടർ മെട്രോ ആയിരുന്നു. പിന്നെ ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ 3 ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പാലം അതാണ്. പിന്നെ 3 ബ്രിഡ്ജ് ഉണ്ടല്ലോ മറൈൻ ഡ്രൈവിൽ, മെയിനായിട്ട് അതെല്ലാം അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഗാർഡ് കറക്റ്റായിട്ട് വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എന്താ പറയുക ദ്വീപ്, ഇതൊരു നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ തന്നെ. അപ്പോൾ അവിടെ അധികം താമസം ഉണ്ടായിരുന്നു. പിന്നെ നിന്ന് പോയതാണെന്നൊക്കെ ഗാർഡ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഈ ബോട്ടിങ് തന്നെയായിരുന്നു, ട്രാവലിങ്ങിൽ. കാരണം എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയത് അപ്പോഴായിരുന്നു. ഈനൂസ് കയ്യിലുണ്ടായിരുന്നില്ല, ഈനൂസ് പപ്പൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ ഐനൂസ് ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്നു, അതുകൊണ്ട് നമുക്കതൊന്നും അറിയേണ്ടി വന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എറണാകുളം പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ്, ഈ ബോട്ടിങ് ആരും ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. 1 അവറാണ് നമുക്ക് ഈ ബോട്ടിങ് തരുന്നത്. അതിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ മേലെയായിരുന്നു ഇരുന്നത്. പിന്നെ താഴോട്ടേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമുക്കിത് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു വൈബ് തന്നെയാണ്. അപ്പത്തെ ബോട്ടിൽ ഇതേപോലെ യാത്രക്കാരുണ്ടായിരുന്നു, ഒരു ടാറ്റയൊക്കെ തന്നപ്പോൾ ടാറ്റ കൊടുത്തതാണത്. പിന്നെ ഇത് ചരക്ക് കപ്പലാണ്. ഇതിൻ്റെ ഒരു സീങ്ങൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ ചരക്കുകളൊക്കെ കൊടുത്തു വിടുന്ന ഒരു ശ്രേയസ് എന്നുള്ള ഒരു കമ്പനീൻ്റെ ഒരു ചരക്ക് കപ്പലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയും ഗാർഡ് അവിടെ കിടന്ന് വിവരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഞാൻ കിടന്ന് ആസ്വദിക്കുന്നത്, നല്ലപോലെ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. നല്ലൊരു കാറ്റും ഉണ്ടായതുകൊണ്ട് നമുക്കൊരു മടുപ്പും ഉണ്ടാവില്ല ഈ ട്രാവലിങ്. എല്ലാവരും ചുറ്റുവട്ടം നോക്കി എല്ലാവരും നല്ലപോലെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയായാലും എറണാകുളം പോകുമ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് കുറച്ചും കൂടി രാത്രിയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് ഈ കായലിൽ നിന്ന് കാണാൻ പറ്റും. എല്ലാവരും തന്നെ ഇതുപോലെ തന്നെ ബോട്ടിലിരുന്ന് എല്ലാവരും നല്ലപോലെ ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഇനിയിപ്പം തിരിച്ച് പോവാണ്, അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഈ ന്യൂസ് പുറത്തൊക്കെ കയറി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് വയറും കടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയത് ഇവരെ ടീമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നല്ലപോലെ DJ കിട്ടുന്ന നല്ല കളിയായിരുന്നു. കുട്ടികൾ മാത്രമല്ല പാരൻസ് നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ കാത്തിട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇവർ തന്നെ നല്ലപോലെ ആസ്വദിച്ചത്. ഒരു ചോട്ടാ ഭീമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അവൻ തന്നെ അവൻ്റെ ഫ്രണ്ട്സ് 2.5 വയസ്സാണെങ്കിലും അവൻ്റെ ഫ്രണ്ട്സൊക്കെ UKG LKG 1ാം ക്ലാസ് 4ാം ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ഓർക്ക് അതിൻ്റെ ഒരു മടുപ്പൊന്നുമില്ലായിരുന്നു. എല്ലാവരും കൂടി ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ചായിരുന്നു. അത് ഞങ്ങളവിടെ എത്തി ഇറങ്ങി ഒരു ചായയും മേടിച്ചു. കുട്ടികൾക്കാണെങ്കിൽ ഐസ്ക്രീം മതിയാണ്, ഐസ്ക്രീമും വാങ്ങിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്.